മൊഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണം. പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമിനാണ് ഒന്നാം സ്ഥാനം നൽകിയതെന്നാരോപിച്ച് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്കെതിരെ രംഗത്തെത്തി. ജഡ്ജസുമാരുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായി എത്തുകയും ചെയ്തു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. മൊഗ്രാലിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ മാർഗം കളി മത്സരത്തിലെ വിധികർത്താക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി രക്ഷിതാക്കൾ. മത്സരത്തിൽ പ്രധാന ഘടകമായ വസ്ത്രത്തിൽ വീഴ്ച വരുത്തിയ ടീമായ ചെസ് നമ്പർ 4-നാണ് ഒന്നാം സ്ഥാനം നൽകിയത്. ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കളും മറ്റ് ടീം അംഗങ്ങളും വിധികർത്താക്കൾക്ക് നേരെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. മാർഗം കളിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത വിധികർത്താക്കളെയാണ് വിധി നിർണയത്തിനായി നിയോഗിച്ചിരിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ HS വിഭാഗം മാർഗം കളിയിൽ മത്സരിച്ച കുട്ടികളാണ്. പല സ്കൂളുകളിലെ കുട്ടികളാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ജഡ്ജ്മെന്റിൽ എതിർപ്പുണ്ട്. ജഡ്ജ്മെന്റ് ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് അത്രക്ക് ഉറപ്പുണ്ട്. എല്ലാവരും കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടീമിന് അത്രക്ക് അപാകതയുണ്ട്. വീഡിയോ റീച്ച് ചെയ്തത് നോക്കാം. അത്രയും നമുക്ക് അങ്ങനെ ഡ്രസ്സ് താഴെ ഇനി വീണിച്ച് അവർക്ക് ഫസ്റ്റ് അതിന്റെ ഇടയിൽ കായി കുത്തി, അതിന്റെ ഇടയിൽ അവർ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഫാൾട്ട് ഉണ്ടായിട്ടും പാർട്ടി അറിയാത്തപ്പെട്ടാണ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. DD വിശ്വസിച്ച് നമ്മളിത് കൊടുക്കുവാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. ജഡ്ജസുമാരുടെ യോഗ്യത വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പരാതിയുമായും എത്തി. ചില അധ്യാപകർക്ക് വേണ്ടിയാണ് കണ്ണടച്ച് വിധി നിർണയം നടത്തിയതെന്നും ഇവർ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളമാണ് വേദിയിൽ വാക്തർക്കങ്ങൾ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, മൊഗ്രാൽ.